അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് സുനീറിൻ്റെ ഒരു നോട്ടീസ് കണ്ടു. എന്താ നോട്ടീസ് അറിയോ? ഉത്ഭവം തന്നെ അബദ്ധമെന്ന് കുറ്റസമ്മതം, ഇനി AP സമസ്ത പിരിച്ചുവിടാം. അപ്പം അന്ന് രാത്രി ശനിയാഴ്ചയാണല്ലോ, ഇന്ന് രാത്രി AP സമസ്ത പിരിച്ചുവിടും കേട്ടോ. ഇവര് പിരിച്ചുവിടൽ തുടങ്ങിയിട്ട് 2013 തുടങ്ങിയതാ. പിരിച്ചുവിടലും ഇന്ന് അവസാനമാണ്, ഇതോടെ കഴിഞ്ഞു എന്ന് പറയലെടുത്തിട്ട് കുറേ കാലം അയക്കണം. ഇന്നും നിലയും തുടങ്ങിയൊന്നല്ല. അപ്പോൾ ഇപ്പോൾ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ സമസ്ത സ്ഥാപക ദിനത്തിൻ്റെ അന്ന് സുൽത്താനുൽ ഉലമ EK ഉസ്താദുമായി കൊണ്ടുള്ള ബന്ധത്തിനെ സംബന്ധിച്ച് പരാമർശിച്ചു. എന്നെ EK ഉസ്താദാണ് സമസ്തയിലേക്ക് കൊണ്ടുവന്നതും സമസ്തയിൽ എന്നെ സ്ഥിരപ്പെടുത്തിയതും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് AP ഉസ്താദ് ഒരു പ്രസംഗത്തിൽ വിതിമ്പിക്കൊണ്ട് പറയുകയാണ്. സ്വാഭാവികമാണ്, കാരണം അന്ന് ഇവർ രണ്ടുപേരും നല്ല റാഹത്തായ രൂപത്തിലാണല്ലോ പോകുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ പ്രശ്നം ഉണ്ടാക്കിയത് ആര് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നീട് റഹ്മത്തുള്ളാ ഖാസിമിയും മറ്റുള്ളവരും പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. ഏതായാലും ഇവൻ്റെ ഇന്നത്തെ വിഷയം ഉത്ഭവം തന്നെ അബദ്ധമെന്ന് കുറ്റസമ്മതം, ഇനി AP സമസ്ത പിരിച്ചുവിടാം. എന്നാൽ ഈ AP സമസ്തയെ സംബന്ധിച്ച് ഇവൻ ആദ്യം ഒന്ന് പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കുക. എന്തായിരുന്നു എന്നുള്ളത്. ഇവനെ ഈ പോന്തിൻ്റെ മാതിരി നിറം മാറിക്കൊണ്ട് നടക്കുന്ന കാര്യമൊക്കെ ഒന്ന് അറിയണല്ലേ നമ്മളെ സഹോദരന്മാർ അറിയാൻ വേണ്ടിക്കൊണ്ടാണ്. എന്തിനധികം പറയണം? നിങ്ങൾക്കറിയുമോ, മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞങ്ങൾ ഒരിക്കലും ശംസുൽ ഉലമയെ കുറ്റം പറഞ്ഞു എന്ന് പറയാനോ അത് തെളിയിക്കാനോ നിങ്ങൾക്കെവിടെയും സാധ്യമല്ല. ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ആശീർവദിച്ച ഒരു പണ്ഡിതനാണ്, മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ്. കേട്ടില്ല നിങ്ങൾ? അഥവാ ഇത് നമ്മളിലായിരുന്ന സമയത്ത് പറഞ്ഞാട്ടോ, ശംസുൽ ഉലമ EK ഉസ്താദ് അവറുകൾ ആശീർവദിച്ച ഒരു പണ്ഡിതനാണ് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ കേട്ടോ. നല്ലോണം മനസ്സിലാക്കിക്കളും കേട്ടോ. നിങ്ങൾ കരുതിയ ആളൊന്നുമല്ല. അന്ന് പറഞ്ഞതാട്ടത്, അന്ന് പറഞ്ഞതാണ്. ഇനി അതിന് ശേഷം പറഞ്ഞുകൊണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കുക. നേരത്തെ അൻവരി ഉസ്താദ് പറഞ്ഞല്ലോ. അപ്പോ നേരത്തെ അൻവരി ഉസ്താദ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഈ അൻവരി ഉസ്താദിനെ മനസ്സിലായി നിങ്ങൾക്ക്? ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ അൻവരി ഉസ്താദ് എന്ന് പറഞ്ഞത് നമ്മൾ പമ്പൈസ് എന്ന് വിളിച്ചുവല്ലോ, ആ സാധനമാണ്. പമ്പൈസ് എന്ന് വിളിച്ചാൽ ആ സാധനത്തിനാണ് അൻവരി ഉസ്താദ് എന്നൊക്കെ ഇപ്പം പറയണത്. അത് പമ്പൈസ് എന്ന് പേര് വരാൻ കാരണം ചില ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്നാവോ, പുതിയതായിട്ട് ഇങ്ങനെ കേൾക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. ചിലപ്പോൾ എന്താ ഇപ്പം ഇയാൾ ഈ മൗലിയരെ പമ്പൈസ് മുസ്ലിയാർ എന്ന് വിളിക്കണെന്ന്. അയാൾ മന്ദിക്കിൻ്റെ കിതാബൊക്കെ നമുക്ക് പമ്പൈസ് ആക്കുക, അതിനെ പറ്റുള്ളത് എന്ന് പറഞ്ഞു. മന്ദിക്ക് പഠിച്ചുകാണ്ട് റാങ്ക് വാങ്ങിയ ആളാണ് ഈ നൗഷാദൊക്കെ കേട്ടോ. ഓൻ്റെ ഒരു മുരീദാണ് അല്ലെങ്കിൽ ഓൻ്റെ ഒപ്പമുള്ള ആളാണ് ഈ പമ്പൈസ്. ഇവനെ പോലത്തെ ആൾക്കാർ പറയാണ് ഈ പമ്പൈസിൻ്റെ കിതാബൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഈ കുട്ടികളെ അപ്പി പോരാനും അതുപോലെ പമ്പൈസിനൊക്കെ പറ്റും എന്ന് ഈ സമത് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓന് പേരാട്ടത് ആ പമ്പൈസ് മുസ്ലിയാർ. അങ്ങനെ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് പമ്പൈസ് എന്നുള്ളതിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സമത് അൻവരി ഉസ്താദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ മനസ്സിലാക്കണം അത് പമ്പൈസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആയിക്കോട്ടെ, പമ്പൈസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഇനി അടുത്തതും പറയട്ടെ. ശംസുൽ ഉലമയുടെ ത്വരീഖ് ശരിയാണോ എന്ന് ചോദിക്കാൻ അക്കാലത്തെ പണ്ഡിതന്മാർ വന്ന ഹദറത്തേതാ? എങ്ങനെ ശംസുൽ ഉലമയുടെ ത്വരീഖ് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഹദറത്ത് ഏതാണ്? അതെന്ന് പറഞ്ഞാൽ അത് ആ ഹദറത്ത് ഏതാണ്? അത് ശൈഖുനയുടെ തിരുഹദറത്താണ്. ഷെയ്ഖുനയുടെ തിരുഹദറത്താണ് എന്ന് പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഈ ഷെയ്ഖുന എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? മടവൂർ CM വലിയുള്ളാഹിയുടെ അടുക്കലാണ്. അപ്പൊ ശംസുൽ ഉലമയുടെ മാതൃകം തെറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്ന് പോയി ചോദിക്കുന്ന ആരോടാണ്? മടവൂർ CM വലിയുള്ളാഹിയോടാണ്. മടവൂർ CM ആണെങ്കിലോ മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദിന്റെ ശിഷ്യനാണ്. 1-2 മാസം ഓതി പഠിച്ച ശിഷ്യനല്ല. 6 വർഷക്കാലത്തോളം CM വലിയുള്ളാഹി
മഹാനായ ഷംസുൽ ഉലമ EK ഉസ്താദിന്റെ തോതി പഠിച്ച ആളാ. അപ്പൊ EK ഉസ്താദിന്റെ ത്വരീക്ക് ശരിയാണോ അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി കൊണ്ട് പോയിക്കണത് എവിടേക്കാണ്? ശിഷ്യനായ മടവൂരിന്റെ അടുത്തേക്കാണ്. ആയിക്കോട്ടെ, ബാക്കി പോരാ, ആയിക്കോട്ടെ, പോരാ. ഇനി ആരാണ്? വേറെ ആരാ? പറയാ ഉള്ളാൾ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇവിടെ പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാം ഒഴിച്ചു മാറി നിൽക്കണമോ? എന്താണ് ചെയ്യേണ്ടത്? അതാ ഇവിടെ ഈ പ്രശ്നങ്ങൾ വന്ന സമയത്ത് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ പാപ്പ പടച്ചോനെ ഇനി മാറി നിൽക്കുക വേണ്ടത്, ഇനി ഒന്നും പ്രവർത്തിക്കാതെ ഒരു മൂലക്ക കൂടുക വേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അതാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അത് എടുക്കാൻ പോയത് എന്നറിയാൻ ആ ദർബാറിലല്ലേ എത്തിയത്? ദർബാർ എല്ലാവർക്കും മനസ്സിലായില്ലേ? അതെവിടെയോ മഹാനായ മടവൂർ CM വലിയുള്ളാഹിയിലേക്കാണ് എത്തിയത്. എന്നിട്ട് CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് ഇപ്പൊ ഈ സമസ്തയിൽ പ്രശ്നം ഉണ്ടായപ്പോ, അഥവാ ഒരു പിളർപ്പിന്റെ പ്രശ്നങ്ങൾ സംഭവിച്ച സമയത്ത് അപ്പോ എന്താണ് എന്നിട്ട് ശംസുലൻ പിന്നെ ഈ CM വലിയുള്ളാഹി മഹാനായ സയ്യിദ് അവറുകളോട് പറഞ്ഞത്? അതൊന്ന് പറഞ്ഞ. അൻത അലൽ ഹഖ് എന്ന് പറഞ്ഞപ്പോഴല്ലേ ധീരതയോടെ ഈ ഉമ്മത്തിനെ അവർ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. കേട്ടില്ല നിങ്ങള്? വിഷയങ്ങൾ കേട്ടോ? ഇത് AP സമസ്തയിൽ ആയ സമയത്ത് പറഞ്ഞതല്ല കേട്ടോ, അതിന് പോയതിന് ശേഷം പറഞ്ഞതാണ്. 2013 ശേഷമുള്ള പ്രസംഗമാണിത്. 2013 ശേഷമുള്ള പ്രസംഗമാണ്. എന്താ സംഭവം? സമസ്തയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോ ശംസുൽ ഉലമയുടേത് ശരിയാണോ അല്ലേ നോക്കാൻ വേണ്ടിക്കൊണ്ട് പണ്ഡിതന്മാർ അന്ന് പോയത് മഹാനായ മടവൂർ CM വലിയുള്ളാഹിയിലേക്കാണ്. CM വലിയുള്ളയാണെങ്കിലോ CM വലിയുള്ളയാണെങ്കിലോ ശംസുൽ ഉലമയുടെ ശിഷ്യനുമാണ്. 6 വർഷത്തെ ശിഷ്യനാണ്. അവസാനം താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ പാപ്പ എന്ത് ചെയ്തു? പടച്ചോനെ ഇനി എന്ത് ചെയ്യണം? സമസ്തയിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായല്ലോ, ഇനി ഞാൻ മാറി നിൽക്കുക വേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചപ്പോ എന്ത് ചെയ്തു? മടവൂർ CM വലിയുള്ളാഹിന്റെ അടുത്ത് കൊണ്ടുപോയി. ആരെയും? മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി. മടവൂർ CM വലിയുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നപ്പോ മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് മഹാനായ താജുൽ ഉലമയോട് പറഞ്ഞു, അൻത അലൽ ഹഖ്, അൻത അലൽ ഹഖ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ആ പ്രവർത്തനം മുന്നോട്ട് പോകാൻ ആരാ പറഞ്ഞത്? മഹാനായ താജുൽ ഉലമയോട് ആര് പറഞ്ഞതാണ്? മഹാനായ മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞതാണ് എന്ന് ഞങ്ങളാരും പറഞ്ഞതല്ല, സംഘടനയിലുള്ള സമയത്ത് പറഞ്ഞതുമല്ല. സംഘടനയിൽ നിന്ന് ആട്ടിവിട്ടതിന് ശേഷമാണ് നൗഷാദി പ്രസംഗിക്കുന്നത്. ഇതാണ് നൗഷാദിനോട് നമ്മൾ ചോദിക്കണം, എനിക്ക് എത്ര വാപ്പേടാന്ന് ചോദിക്കേണ്ടി വരുന്നത്. പല സമയത്തും പല രൂപത്തിൽ സംസാരിക്കും. അപ്പോൾ എന്നിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യണത്? ഇപ്പോ ഈ കാന്തപുരം ഉസ്താദ് അവറുകൾ എന്ത് ചെയ്തു? സമസ്തയുടെ സ്ഥാപക ദിനത്തിന്റെ അന്ന് ശംസുൽ ഉലമയുടെ മദ്ഹ് പറഞ്ഞു. ശംസുൽ ഉലമയെ ഓർത്ത് വിതമ്പി. എന്തേ കാരണം? ആ കാലഘട്ടത്തിൽ ശംസുൽ ഉലമയെയും കാന്തപുരം ഉസ്താദിനെയും തെറ്റിക്കാൻ വേണ്ടിക്കൊണ്ട് ശ്രമിച്ചു. തമ്മിൽ തെറ്റിച്ച് രണ്ടാക്കി മാറ്റി. ഈ സംഭവം മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ പറഞ്ഞപ്പോൾ അതിനുമായിക്കൊണ്ട് ഈ വിഷയം പറഞ്ഞപ്പോ ഇപ്പോ എന്ത് ചെയ്യാറോ? ഉത്ഭവം തന്നെ അബദ്ധമെന്ന് കുറ്റസമ്മതം. ഇനി AP സമസ്ത പിരിച്ചുവിടാം. ഇത് കേട്ടപ്പോഴാ പോനി ബന്ധങ്ങളത്. ഇന്നോന്റെ പരിപാടി ഉണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലായോ? നിങ്ങൾ നോക്കണം. എന്നാൽ ഈ സമസ്ത രണ്ടാവാനുള്ള കാരണം എവിടുന്നാണ് എന്നുള്ളതും റഹ്മത്തുള്ളാഹി ഖാസിമിയും പറയുന്നുണ്ട്. ഈ വിതുമ്പൽ കേട്ടപ്പോ നമ്മളെ വേറൊരു ഫൈസുണ്ട്, ഓണംപള്ളി ഫൈസി ഇറങ്ങിയിട്ടുണ്ട്. ഓണംപള്ളി ഫൈസിൻ്റെ തോന്നി നമുക്ക് കേൾക്കാം. എന്നിട്ട് നമുക്ക് ഈ പിളരാനുള്ള കാരണം റഹ്മത്തുള്ളാഹി ഖാസിമി പറയുന്നത് കേൾക്കാം. 1989 സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ചില പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി.
പക്ഷെ എല്ലാത്തിനെയും സമസ്ത തരണം ചെയ്ത് മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് അതിന് കാരണക്കാരനായ പ്രിയപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മഹാനായ ഷെയ്ഖുന ശംസുല്ലമയെ ഓർത്ത് വിതുമ്പുന്ന ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് സംഭവിച്ചു പോയ ഒരു കാര്യത്തെക്കുറിച്ചുള്ള പശ്ചാത്താപ വിവശത കൊണ്ടായിരിക്കാം അദ്ദേഹം കരഞ്ഞത്. ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 1989 അവസ്ഥകളെ ചിന്തിച്ച് ശംസുലുലമയെ ഓർത്തുകൊണ്ട് കാന്തപുരം വിതുമ്പുകയാണ്. അദ്ദേഹം ചെയ്ത ആ വിഷയത്തിൽ അയാൾ പക്ഷാതാപിച്ചുകൊണ്ടായിരിക്കും വിതുമ്പുന്നത്. ഞാനത് സ്വാഗതം ചെയ്യുകയാണ്. ആര്? ഓണംപള്ളി വരാ ആർക്കാങ്ങായി എൻ്റെ സ്വാഗതം ചെയ്യൽ വേണ്ടത്? കാരണം എന്തുകൊണ്ട് ചില കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കരുത്. കാന്തപുരം ഉസ്താദ് വിതുമ്പിയത് എന്താണ്? ശംസുലുലമയെ ഓർത്ത് എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിക്കൊണ്ടാണ് കാന്തപുരം ഉസ്താദിനെ സമസ്തയിലേക്ക് ശംസുലുലമ കൊടുന്നത്. പക്ഷേ ശംസുലുലമ കൊടുന്ന രണ്ടാളെയും തമ്മിലടിപ്പിച്ചു. നിങ്ങൾ പറഞ്ഞത് എന്താണ്? ശംസുലുലമയിൽ പ്രശ്നക്കാരൻ കാന്തപുരം ഉസ്താദാണെന്നാണ്. കാന്തപുരം ഉസ്താദ് എന്താ പറഞ്ഞത്? കാന്തപുരം ഉസ്താദിനെ അറിയുന്ന അത്ര വേറുള്ള ആളുകൾക്ക് ആർക്കും ഇതിൽ അറിയില്ല എന്നാണ് ജിഫ്രി തങ്ങൾ പാപ്പ പറഞ്ഞത്. കാരണം അന്നുണ്ടായിരുന്ന ആള് കാന്തപുരം ഉസ്താദാണ്. കാന്തപുരത്തിന് അറിയുന്ന അത്ര നമുക്കാർക്കും അറിയില്ല എന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞല്ലോ. അതെ, നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ തങ്ങൾ പാപ്പ പറഞ്ഞ വിഷയം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഓണംപള്ളി പറയാം ആ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പക്ഷാതാപിക്കായിരിക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, കാന്തപുരം ഉസ്താദ് അന്ന് പ്രശ്നക്കാരനല്ല. കാന്തപുരം ഉസ്താദിനെയും ശംസുലുലമ EK ഉസ്താദിനെയും വെറുപ്പിക്കാൻ, തമ്മിലടിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു പറ്റം ആളുകൾ ശ്രമിച്ചിരുന്നു. അവർ മാറി തെറ്റി നിന്നെങ്കിൽ മാത്രമാണ് പുത്തനാശയക്കാർക്ക് അടിച്ചു കയറാൻ കഴിയുകയുള്ളൂ എന്ന് അന്നത്തെ തൽപര കക്ഷികൾ ചിന്തിച്ചു. അത് റഹ്മത്തുള്ളാ ഖാസിമി പറയുന്നുണ്ടല്ലോ, അന്ന് കേട്ടു നോക്കി. നമ്മളെ രണ്ടു കൂട്ടരെയും തെറ്റിച്ചു. ആരാ തെറ്റിച്ചത്? ഇത് ആരാ പറയണറിയോ? റഹ്മത്തുള്ളാ ഖാസിമി. ഈ റഹ്മത്തുള്ളാ ഖാസിമി ആരാ അറിയോ? ഒരു കാലഘട്ടത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദ് അവറുകളെ മസലുഹു കമസലിൽ കൽബ് എന്ന് പോലത്തെ ലഫ്ലുകൾ ഖുർആനായത്ത് വെച്ചുകൊണ്ട് ഉപയോഗിച്ച ആളായിരുന്നു. ഇപ്പോൾ പറയാൻ പാടില്ല, കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം കാന്തപുരം ഉസ്താദിനെ കണ്ട് പൊരുത്തപ്പെടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ എടുത്തിട്ട് എന്തിനു വേണ്ടിയിട്ടാ വെച്ചാൽ ഇയാൾ പറയുന്നതാ ഈ വിഷയം. അത്ര AP ഉസ്താദിനെ ചീത്ത പറഞ്ഞ ആളാണ് ഇയാൾ, അത്രമാത്രം പറഞ്ഞ ആളാണ് ഇയാൾ. ഇതാ പറയുന്നു, ഇയാൾ സമസ്തയുടെ ഒരു ഖുർആൻ പ്രഭാഷകനായിരുന്നു. ഇന്നും സമസ്തയിൽ തന്നെയാണ് അയാൾ ഉള്ളതും. അയാൾ ഇതാ പറയുന്നു എന്ന് കേട്ടോക്കി. ആരാ തെറ്റിച്ചത്? എവിടുന്നാ തെറ്റിച്ചതെന്നുള്ളത് നന്നാക്കിയെടുക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ആ ദുരന്തം നമ്മൾ അനുഭവിക്കാം. ഇതൊന്നുമല്ല പറയാതെ നിന്നെപ്പുറം പറയാൻ. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പർപ്പസ്, ബേസിക് പർപ്പസ് അതെന്താണ്? അതിന്മേൽ പണിയെടുക്കാൻ 1980 ശേഷം സമസ്തക്ക്, 80-കൾ അതായത് 85 ശേഷം സമസ്തക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? തമ്മിൽ തല്ലിച്ചു. അപ്പൊ യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പിന്നെ നമ്മളൊപ്പം കൂടിയ ആളുകൾ നമുക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ അവർക്ക് ഇഷ്ടമില്ല. ഇതൊക്കെയാണ് സംഭവം 1985-കൾക്ക് ശേഷം ഉണ്ടായത്. പിന്നെ 1989-കൾക്ക് ശേഷം പിരിഞ്ഞതിന് ശേഷം വഹാബികൾക്ക് ശക്തമായ മറുപടിയുമായി കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ വന്നു. വഹാബികളെയും മുജാഹിദിനെയും ജമാഅത്തിനെയും എല്ലാ അലവലാദികളെയും കള്ള ത്വരീഖത്തിനെയും മുഴുവൻ കുഴിച്ചു മൂടി കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ വന്ന് അല്ലേ സംഭവിച്ചത്. എന്നിട്ട് ഇപ്പൊ മറ്റം വന്നുകാണ്ട് ഭയങ്കര സംഭവം. നൗഷാദ് ഹസനി ഉസ്താദിന്റെ പ്രസംഗം കേട്ട് ശംസുലുലമയുടെ ഓർക്കൽ തുടങ്ങി. ആരാ അറിയണറിയോ? കോമാട്ട് ചാലിൽ അതോ മോനെ, അനക്ക് കാന്തപുരം ഉസ്താദിനെ തിരിഞ്ഞിട്ടില്ല. ഇത് വെറുതെ കയറി കൂടി കണ്ട് അന്ന് പ്രസംഗിച്ചതായിരുന്നു.